ഖുറാൻ. അതെ അത് വൈഫ് ഹൗസ് വാമിങ്ങിന് ആ സമയത്ത് വെച്ചാണ്. അത് ശരി. ഓക്കെ. സോ എല്ലാ മതങ്ങളിലും നമ്മൾക്ക് അങ്ങനെയാണ്. അത് പ്രത്യേക മതവും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ട് തൊട്ട് അങ്ങനെയാണ്. ഞാൻ എന്താ പറയാ, തുടക്ക സമയത്തൊക്കെ കൊയറിന് ഇഷ്ടം പോലെ പോകുമായിരുന്നു, കൺവെൻഷനുകൾക്ക് പോകുമായിരുന്നു, പിന്നെ അമ്പലങ്ങളിൽ ഭജനയ്ക്ക് അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ എല്ലാ ഇതും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. എല്ലാ മതത്തിലും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. സൂപ്പർ. ചേട്ടന്റെ കല്യാണം ആക്ച്വലി ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പൊ ഞാൻ കേട്ടേക്കണം, ഞാനിപ്പോ ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുന്നേ എനിക്ക് അറിയാം ഇങ്ങനത്തെ ഒരു കഥ, ഒരുപാട് കോളുകളൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു കല്യാണമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു സ്റ്റോറി? അത് എന്താ പറയാ, ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഫ്രണ്ട്സ് ആയിട്ടിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കല്യാണാലോചനയും എനിക്കും കല്യാണാലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ട് എല്ലാവരുടെയും പോലെ തന്നെ എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചു കൂടാന്നൊരു സംഭവം വന്നു. അങ്ങനെ പിന്നെ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞ് ചോദിക്കേണ്ട പോലും കാര്യമില്ല, നടത്തില്ല. അപ്പൊ തീരുമാനിച്ചു എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ ഒരുമിച്ച് പോയി. പക്ഷെ ഒളിച്ചോടാം. അത് തന്നെ. പക്ഷെ ആ ടൈമിലൊക്കെ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും. പിന്നെ ഇന്റർകാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആള് മുസ്ലിമാണ്. അപ്പൊ അറിയാമല്ലോ, എന്റെ വീട്ടിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാരും വീട്ടിൽ പറഞ്ഞ് സമ്മതിച്ച് തന്നെ കല്യാണം കഴിക്കുക, അത് തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇത്. പക്ഷെ നമ്മുടെ അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നത് അതുപോലെ എത്രയോ വർഷമായി അന്നോട്ട് ചെങ്ങല ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു. അല്ല, അതിൽ ആ സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു കുറെ പേര് ഒറ്റപ്പെട്ടു പോയി തോന്നുന്നുണ്ട്. ആ സമയത്ത് എന്താ പറയാ, കുറെ പല സൈഡിൽ നിന്നും ഭയങ്കര അന്വേഷണം കാര്യങ്ങളും ABS ഫയൽ ചെയ്തു. അങ്ങനെ കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പുറത്തേക്കാണ് പോയത്. ഇതൊന്നും ഒരു ക്രെഡിറ്റ് അല്ല കേട്ടോ, ഞാൻ അതിപ്പോ എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ട് ആരും അനുകരിക്കല്ലേ താഴ്ത്തെഴുതി കാണിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് പേരൻസിന്. ഇപ്പൊ എനിക്കൊന്നു അവർക്ക് നമ്മളെയാണ് ഏറ്റവും കാര്യം എന്ന് തോന്നുന്നത്. ഇപ്പൊ അവളെക്കാട്ടിലും കൂടുതൽ നമ്മളെയാണ് കാര്യം. അതാണ് അത്. ഒരുപാട് സന്തോഷം ആ കാര്യത്തിൽ. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് കയ്പുകളൊക്കെ ഉണ്ടെങ്കിലും ജീവിതം മധുരമായിട്ട്. പിന്നെ ലൈഫ് ആകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും വരും, അത് വരെ ടൈം. പിന്നെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ ജീവിക്കുക എന്നാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ ഇങ്ങോട്ട് വരും, നമ്മൾ സന്തോഷമായിട്ട്. പക്ഷെ എനിക്ക് കിട്ടാനുള്ളൊന്നും കിട്ടിയില്ല. ഞാൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി തപ്പിക്കഴിഞ്ഞാല് എന്തൊക്കെയാണ് ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അതാണ് നോക്കേണ്ടി വരും. ഞാൻ ആദ്യം പോയി നോക്കണം. ഇതെന്താണ് കാറൊക്കെ ഉണ്ടല്ലോ, എവിടെന്നെങ്കിലും ഒരു കാറൊക്കെ ഉണ്ട്. മറ്റേ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലവർ ഇല്ല, ഫ്ലവറോടെ പോയി. ഇപ്പൊ ഇതിനകത്തുള്ളത് ചാവി, നെയിൽ കട്ടർ, പിന്നെ ഒരു ജോക്കറോ. ഓക്കെ, അതങ്ങനെ എല്ലാം കൂടെ വെക്കുന്നു. അങ്ങനെയായി. ഓക്കെ, നൈസ്. സോ ഇതൊക്കെ എവിടെന്നെങ്കിലും പ്രത്യേക സ്ഥലത്ത് ഇമ്പോർട്ട് ചെയ്ത സാധനം? അത് എന്താ പറയാ, ഇവിടെ നിന്നൊക്കെ തന്നെ ലോക്കൽ നമ്മുടെ ഏരിയ തന്നെ.